തിരുവല്ലയിൽ പുഷ്പമേളയ്ക്ക് പോയ വീഡിയോയിൽ ഞാൻ ഫ്ലവേഴ്സ് അധികം അങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നല്ലേ. അപ്പോൾ പിന്നെ ഞാൻ കരുതി അത് സെക്കൻഡ് പാർട്ടായിട്ട് ഫ്ലവേഴ്സ് എല്ലാം കാണിക്കാമെന്ന്. അതുമാത്രമല്ല, പുഷ്പമേളയ്ക്ക് പോകാൻ പറ്റാത്തവർക്കൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ എല്ലാം കാണിച്ചും കൊടുക്കാം. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഭംഗിയൊന്നും നിങ്ങളിൽ എത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട്. അതുമാത്രമല്ല, ഞാനിങ്ങനെ സ്പീഡിന് നടക്കുന്നതുകൊണ്ട് ഫോൺ ഒരുപാട് ഷേക്കുമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ സംസാരം നിർത്തിയിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ എനിക്കിവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഫ്ലവേഴ്സാട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. എന്താണെന്നറിയില്ല, ഈ പൂവ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ അത് ഒറിജിനൽ ആണോ എന്ന് വരെ പോയി നോക്കിയായിരുന്നു. വീട്ടിലൊരു ഗാർഡൻ തുടങ്ങിയാലോ എന്നൊരു പ്ലാൻ വരെ മനസ്സിൽ തോന്നിപ്പോയി. ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നേ. കളർ മാത്രമല്ല, അതിങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ അടുക്കി വച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണല്ലേ. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ എന്തോ. ഏതായാലും ഇങ്ങനൊരു പരിപാടി നടന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റം ഫ്ലവേഴ്സ് കാണാൻ പറ്റി. ഇവിടേക്ക് എത്തിയപ്പോൾ വേറെ ഏതോ ഫോറിൻ ഗാർഡനിൽ എത്തിയ ഒരു ഫീലുണ്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഊഞ്ഞാൽ, അങ്ങനെ കുറേ സ്പോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നേ. കണ്ടോ, വീണ്ടും ഞാൻ ഈ ഫ്ലവറിൻ്റെ അടുത്ത് തന്നെ എത്തി. എന്താണെന്നറിയത്തില്ല, ഇതെൻ്റെ കണ്ണിനെ അങ്ങ് ആകർഷിക്കുക. ഏതായാലും അതിനകത്ത് നടന്ന് കാണാൻ ഒരുപാടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ കണ്ടത് കുറേ ഡാലിയ ഫ്ലവേഴ്സാണേ. അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കിയായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇത് ഫ്ലവർ ഷോയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് എല്ലാം വാടി തുടങ്ങി. എന്നാലും ഫ്രഷായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സും ഒരുപാടുണ്ടായിരുന്നു. മൂന്നാറും കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഗാർഡൻസ് കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങനത്തെ ഫ്ലവർ ഷോയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങളൊരു പാലത്തിൻ്റെ അവിടെ എത്തി. പാലം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ ഡോറ ബുജിയെ മിസ് ചെയ്ത് കേട്ടോ. പിന്നെ പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ നമ്മളിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പാവം കൊച്ചിറക്കൻ എല്ലാവരെയും ഇങ്ങനെ നോക്കി കണ്ണടിച്ചുകൊണ്ട് നിൽക്കുക. ഇതിന് കണ്ടാൽ ശരിക്കും ഉണ്ടാക്കി വച്ചേക്കുന്നതാണെന്നേ പറയത്തില്ല, ഒറിജിനൽ ആണെന്നേ പറയൂ. പിന്നെ പാലം കടന്ന് വന്നപ്പം വാട്ടർ ലൈറ്റ് ഷോയൊക്കെ കണ്ടു. അങ്ങനെ അതുവഴി നടന്ന് പോയപ്പോൾ വീണ്ടും നമ്മുടെ ഡൈനോ ചേട്ടനെ കണ്ടായിരുന്നേ. അടുത്ത് പോയി ഒരു ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ട, പുള്ളിക്കാരനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഏതായാലും ഞങ്ങൾ പുള്ളിക്കാരനെ ശല്യപ്പെടുത്താനൊന്നും പോയില്ല. ഞങ്ങൾ പിന്നെയും ഫ്ലവേഴ്സ് കണ്ട് നടന്നു. അങ്ങനെ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തേ, റോസാപ്പൂവൊന്നും കണ്ടില്ലല്ലോ എന്ന്. അത് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും വന്നു റോസാപ്പൂക്കൾ. റോസാപ്പൂക്കൾ അധികം അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ അത് നോക്കി നിന്നപ്പം അടുത്തത് ബൊഗെയിൻവില്ല. ഒരുപാട് ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുന്നോണ്ടാവും ബൊഗെയിൻവില്ലയുടെ പൂക്കളെല്ലാം തൊഴിഞ്ഞു പോയായിരുന്നേ. ചില വീടുകളിലൊക്കെ ഈ ബൊഗെയിൻവില്ല ഇങ്ങനെ പടർത്തി വിട്ടേക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. എൻ്റെ വീട്ടിലും ഞാനൊരു ബൊഗെയിൻവില്ല വളർത്തുന്നുണ്ട് കേട്ടോ. അതിനി എന്നാണാവോ വലുതാവുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഭാഗങ്ങളാണ് കേട്ടോ. നടുവിൽ നിൽക്കുന്ന പൂക്കളൊക്കെ കാണാൻ ശരിക്കും നല്ല ഭംഗിയായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ആ പൂക്കൾ കാണാൻ. പക്ഷേ ഈ ക്യാമറയിൽ എനിക്ക് അതിൻ്റെ ഭംഗിയൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുന്നോട്ടുള്ളതെല്ലാം ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ആദിത്യ.